നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ പലരും പ്രതികരിച്ചും തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചും രംഗത്തെത്തിയിട്ടുണ്ട്. തന്റെ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെന്ന് തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് പ്രമുഖ ഡബ്ബിംഗ് ആർട്ടിസ്റ്റും സാമൂഹ്യ പ്രവർത്തകയുമായ ഭാഗ്യലക്ഷ്മി. ഇവിടെ കുറേ വലിയ രാജാക്കന്മാർ ഉണ്ടല്ലോ, അവരൊക്കെ ആരോടൊപ്പമാണ് നിൽക്കുന്നത്? കുറ്റവാളിയോടൊപ്പം. നമ്മൾ അതിജീവിതയോടൊപ്പം നിൽക്കുന്നു. സ്വാഭാവികമായും നമ്മളെ മാറ്റി നിർത്തുന്നു എന്ന് കരുതി ഞാൻ മാറി നിൽക്കാറില്ല. ഞാൻ ഇനിയും അതിജീവിതന്മാരോടൊപ്പം നിൽക്കുമെന്നും ഭാഗ്യലക്ഷ്മി വ്യക്തമാക്കുന്നു. ഈ രംഗത്തേക്ക് ഓരോ പടിയായി കയറി വന്ന വ്യക്തിയാണ് ഞാൻ. ഓരോ സിനിമയിൽ ഞാൻ ഡബ് ചെയ്യാൻ പോയിരുന്നു. എന്നാൽ ആ സംവിധായകൻ പറഞ്ഞത് അനുസരിക്കാത്തത് കൊണ്ട് പകുതി വരെ ഡബ് ചെയ്ത സിനിമയിൽ നിന്നും എന്നെ പുറത്തിറക്കി വിട്ടിട്ടുണ്ട്. ഞാൻ നിശബ്ദമായി അവിടെ നിന്നും ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. എന്നാൽ അതുകൊണ്ട് എന്നെ സിനിമയിൽ നിന്നും ഇല്ലാതാക്കാൻ സാധിച്ചില്ല. വേറൊരു സംവിധായകൻ എന്നോട് വളരെ മോശമായി സംസാരിച്ചു. അതിനെതിരെ ഞാൻ ശക്തമായ ഭാഷയിൽ തിരിച്ചടിച്ചു. അവിടെ സ്ത്രീ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെ ഒറ്റക്കെട്ടായി എന്നെ ആക്രമിക്കാൻ വന്നു. അവസാനം MVM സ്റ്റുഡിയോയുടെ മുതലാളിയാണ് എന്നെ വണ്ടിയിൽ കയറ്റി പുറത്തെത്തിച്ചത്. ഞാൻ പകുതിയോളം പ്രവർത്തിച്ച ആ സിനിമ പിന്നീട് പൂർത്തിയാക്കിയത് മറ്റൊരു സ്ത്രീയാണെന്നും ഭാഗ്യലക്ഷ്മി പറയുന്നു. ഓരോ നായികമാരും തനിക്ക് താഴെ ജോലി ചെയ്യുന്ന സ്ത്രീകളോടൊപ്പം നിൽക്കണം. അവർ ആക്രമിക്കപ്പെടുമ്പോഴും നല്ല ഭക്ഷണവും താമസ സൗകര്യവും ഇല്ലെങ്കിലും എല്ലാവരും ഇടപെടണം. എല്ലാവരും ഇടപെട്ടാൽ മാത്രമേ ഇതിന് അകത്തൊരു മാറ്റമുണ്ടാകാൻ സാധിക്കുകയുള്ളൂ എന്നും ഭാഗ്യലക്ഷ്മി വ്യക്തമാക്കുന്നു. അതേസമയം റിപ്പോർട്ടിൽ പരാമർശിച്ച് WCCയിലെ പ്രഥമ അംഗത്തിന്റെ പേര് ഇവർ പുറത്തുവിടണം എന്നായിരുന്നു ഭാഗ്യലക്ഷ്മി പറഞ്ഞത്. ആ സ്ഥാപക അംഗത്തിന്റെ പേര് പുറത്തുവിടണം. ആ വിഷയം പീഡനമൊന്നുമല്ല. അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും അതുപോട്ടെ, അതിനെ ചോദ്യം ചെയ്യുന്നില്ല. ഇവിടെയുള്ള സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ചൂഷണങ്ങൾക്കെതിരെ ശബ്ദമുയർത്താൻ വേണ്ടിയാണ് ഹേമ കമ്മിറ്റിയും WCC രൂപീകരിച്ചത്. ഇതിനെല്ലാം മുന്നിൽ നിന്നവർ ഇപ്പോൾ സഹകരിക്കുന്നില്ലെങ്കിൽ അവരുടെ പേര് പറയണം. ഇവിടെ അവരുടെ പേര് പോലും ആരും പറയുന്നില്ല. അപ്പോൾ ഇവർ ആരെയാണ് ഭയപ്പെടുന്നത്? ഇവർക്ക് സിനിമയൊന്നും കൊടുക്കുന്നില്ലല്ലോ. ശക്തമായിട്ട് ആ പേര് പുറത്ത് പറയട്ടെ. എല്ലാത്തിനും എല്ലാവർക്കും ഒരു രഹസ്യവും മൂടിവെക്കലും. അങ്ങനെ നമുക്കൊരു തൊഴിൽ ചെയ്യാൻ പറ്റില്ല. ഭാഗ്യലക്ഷ്മിയെ പോലെ പ്രതികരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഭാഗ്യലക്ഷ്മി ഒന്നും ആവാതിരുന്ന സമയത്തും പ്രതികരിച്ച ആളാണ്. ഞാൻ WCCയിലെ അംഗമല്ല. എന്നെ അവർ അതിൽ കൂട്ടിയിട്ടുമില്ല. എനിക്കതിന് താല്പര്യവുമില്ല. WCCയിലെ അംഗമല്ലാതിരുന്നിട്ടും ഞാൻ ഡബ് ചെയ്തിട്ട് 5 വർഷമായി. പക്ഷെ ഞാൻ അതൊരു പ്രശ്നമായി കാണുന്നില്ലെന്നും ഭാഗ്യലക്ഷ്മി കൂട്ടിച്ചേർക്കുകയായിരുന്നു. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.